ഡാറ്റ കേസിൽ സർക്കാരിന് ആശ്വാസം. വിവരങ്ങൾ ചോർന്നു എന്ന വാദം തള്ളി ഹൈക്കോടതി. ഡാറ്റ ചോർച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാർ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നാരോപിച്ച് 2 ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം അയച്ചതിൽ തെറ്റില്ലെന്നും വ്യക്തിവിവരങ്ങൾ ചോർന്നു എന്ന വാദത്തിന് തെളിവില്ല എന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാർ ജീവനക്കാർക്ക് അയച്ച സന്ദേശങ്ങളിൽ രാഷ്ട്രീയം കലർന്നിട്ടില്ല എന്നും അതൊരു ക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായുള്ള സേവനമായി മാത്രമേ കാണുവാൻ കഴിയൂ എന്നും കോടതി വ്യക്തമാക്കി. DA വർധനവ്, DA കുടിശ്ശിക തീർക്കൽ, വീട് നിർമ്മാണത്തിനുള്ള അഡ്വാൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളെക്കുറിച്ച് ജീവനക്കാരെ അറിയിക്കുന്നത് സർക്കാരിൻ്റെ സേവനങ്ങളിൽ ഉൾപ്പെട്ട കാര്യമാണ്. IT മിഷന്റെ കൈവശമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ മറ്റ് സ്വകാര്യ PR ഏജൻസികൾക്കോ ചോർന്നിട്ടുണ്ട് എന്ന ഹർജിക്കാരുടെ ആരോപണം കോടതി നിരാകരിച്ചു. IT മിഷന്റെ പക്കലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുന്നതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ബൾക്ക് മെസ്സേജുകൾ അയക്കുവാൻ സർക്കാരിന് സ്വന്തമായി സംവിധാനമില്ല എന്ന ഹർജിക്കാരുടെ വാദം IT മിഷൻ ഉദ്യോഗസ്ഥർ കോടതിയിൽ നേരിട്ടെത്തി സാങ്കേതികമായി വിശദീകരിച്ചതോടുകൂടി കോടതി കേസ് തള്ളുകയായിരുന്നു. കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലല്ല ഈ സന്ദേശങ്ങൾ അയച്ചത് എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അനുകൂല വിധി വന്നതോടുകൂടി വയനാട് ദുരന്തബാധിതരെ സഹായിക്കുവാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിച്ച് സന്ദേശങ്ങൾ അയക്കുവാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനും നിയമപരമായ ക്ലിയറൻസ് ലഭിച്ചിരിക്കുകയാണ്. ഇതേസമയം IT മിഷന്റെ കൈവശമുള്ള രേഖകൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാമെങ്കിലും അവ ചോരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും കോടതി നിർദ്ദേശിച്ചു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.